ജേർണലിസം ആക്ടിവിസമാണെന്ന് കൂടി നമ്മൾ പറയാറുണ്ടല്ലോ. ആ ആക്ടിവിസത്തിലേക്ക് ജേർണലിസം വളരേണ്ടതിൻ്റെ ഏറ്റവും മികച്ച മാതൃക കാഴ്ചവെക്കാൻ ഇന്ന് റിപ്പോർട്ടർ ടി വിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ അവകാശവാദം വെറുതെ മുന്നോട്ട് വയ്ക്കുന്നതല്ല. താങ്കൾ ഇതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ കണ്ട കാഴ്ചകൾ എന്താണ്? രാവിലെ 6:45 മഞ്ചേരിയിൽ നിന്ന് നമ്മൾ ഒരു മിഷനുമായി യാത്ര ആരംഭിക്കുന്നു, അല്ലേ? വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. ആ മിഷൻ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയായി തന്നെ ചാനൽ എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടിയും ജനങ്ങൾക്കിടയിലേക്ക് പോയി ഈ സന്ദേശം അവരുമായി കൈമാറണം, പങ്കുവെക്കണം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത്തരത്തിലൊരു മഹാറാലി നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ നോമ്പ് കാലത്താണ് നമ്മൾ വരുന്നത്, ഏറ്റവും കടുത്ത ഉഷ്ണകാലത്താണ് ഈ പരിപാടി പ്ലാൻ ചെയ്തത്. പക്ഷേ എന്താ സംഭവിച്ചത്? 6:45 മണിക്ക് മഞ്ചേരിയിൽ നിന്ന് ഈ മഹാറാലി ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ 100 കണക്കിന് ആളുകളാണ് അവിടെ വന്നിട്ടുള്ളത്. ആ 100 കണക്കിന് ആളുകൾ വെറുതെ വരുന്നതല്ല. അവർക്ക് വീട്ടിൽ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കൗതുകത്തിൻ്റെ അടിസ്ഥാനത്തിലോ വന്നവരല്ല എന്ന് ഉത്തമ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായതിൻ്റെ കാരണം എന്താണ്? ആ പാർട്ടിസിപ്പേഷനാണ്. എന്താണ് ആ പാർട്ടിസിപ്പേഷൻ്റെ പ്രത്യേകത? പ്രധാനമായിട്ടും യുവാക്കൾ വന്നു, അതുപോലെ തന്നെ സ്ത്രീകൾ വന്നു, തൊഴിലാളികൾ വന്നു, വ്യവസായ രംഗത്തുള്ള ആളുകൾ വന്നു. ഈ മനുഷ്യരെല്ലാം എന്തുകൊണ്ടാണ് അവിടെ തടിച്ചുകൂടിയത്? റിപ്പോർട്ടർ ടി വിയുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചല്ല അവരാരും അവിടെ വന്നിട്ടുള്ളത്. മറിച്ച് നമ്മൾ കണ്ട അമ്മമാരുടെ പ്രതികരണങ്ങൾ എന്തായിരുന്നു? നമ്മൾ കണ്ട അച്ഛന്മാരുടെ പ്രതികരണങ്ങൾ എന്തായിരുന്നു? ഇന്ന് നമ്മൾ താമരശ്ശേരിയിൽ ആ കുട്ടി കൊല്ലപ്പെട്ട ആ വീട്ടിൽ പോയിരുന്നല്ലോ, ഈ എൻറ്റയർ എഡിറ്റോറിയൽ ടീം പോയിരുന്നല്ലോ. അവിടെ നമുക്ക് ലഭിച്ച സ്വീകരണം എന്താണ്? എന്തുകൊണ്ടാണ് മനുഷ്യർ നമ്മളെ അങ്ങനെ പരിഗണിച്ചത്? കാരണം ഇതൊരു പ്രധാനപ്പെട്ട മിഷനാണ് എന്ന് എല്ലാ മനുഷ്യരും കാണുന്നു.